ഇറാൻ ഒറ്റയ്ക്കല്ല, ചൈനയും ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചൈനയും ഇറാനും തമ്മിലുള്ള രഹസ്യ നീക്കങ്ങൾ പുറത്തുവരികയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ആഗോള എണ്ണ വിപണിയെ തകർക്കാൻ തുടങ്ങുമ്പോഴാണ് അമേരിക്കയും ട്രംപ് ഭരണകൂടത്തെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ചൈന ഈ യുദ്ധക്കളത്തിലേക്ക് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലും കടന്നുപോകില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ച ശേഷം ട്രംപിനെയും നെതന്യാഹുവിനെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനയുടെ കപ്പലുകൾ കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങി. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ യൂറോപ്പിന്റെയോ ഒരു കപ്പൽ കടന്നു പോകാതിരിക്കാൻ ഇറാൻ ശക്തമായ ഉപരോധം തീർത്തിട്ടുണ്ട്. എന്നാൽ ഈ ഉപരോധ പട്ടികയിൽ ചൈനയുടെ പേര് ഇറാൻ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അയൺ മെയ്ഡൻ എന്ന ചൈനീസ് കപ്പൽ യാതൊരു തടസ്സവുമില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ചൈനയും ഇറാനും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചകളുടെ ഫലമായാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 45% കടന്നുപോകുന്നത് ഈ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഇറാനുമായി ചൈന കൈകോർത്തിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന് ഈ നീക്കം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അമേരിക്കൻ നാവികസേന എണ്ണക്കപ്പലുകൾക്ക് കാവൽ നിൽക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും നൂറുകണക്കിന് കപ്പലുകൾ ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിന് പുറത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ജനുവരിയിൽ ഒരു ദിവസം ശരാശരി 24 കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് മാർച്ച് 1-ന് വെറും 4 കപ്പലുകൾ മാത്രമാണ് ഈ വഴിയിലൂടെ പോയത്. ഈ പ്രതിസന്ധി മൂലം ആഗോള വിപണിയിൽ എണ്ണവില 15% വർദ്ധിച്ചു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അയത്തുള്ള ഖമേനിയെ വധിച്ചതിന് ചൈനയും റഷ്യയും ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയുടെ ആക്രമണത്തെ ചൈന രൂക്ഷമായി വിമർശിക്കുകയും യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ ഇടപെടൽ അതീവ ഗുരുതരമാണ്. ഇറാനുമായി ചൈന ഇത്രത്തോളം അടുക്കുന്നത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിവരയ്ക്കാൻ ഇടയാക്കും. അമേരിക്കയുടെ ഭാഗം ചേരുന്ന രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര ദുസ്സഹമാകുമ്പോൾ ചൈനയ്ക്കും ഇറാനും മാത്രം ഈ മേഖലയിൽ മേൽക്കോയ്മ ലഭിക്കുന്നത് ഇന്ത്യയുടെ എണ്ണ സുരക്ഷയെ പോലും ബാധിച്ചേക്കാം. ചൈന ഇപ്പോൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ചൈനയ്ക്ക് നൽകുന്ന ഈ പ്രത്യേക പരിഗണന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ലക്ഷ്യം വെക്കുമ്പോൾ ചൈനീസ് കപ്പലുകൾക്ക് ലഭിക്കുന്ന ഈ ഗ്രീൻ സിഗ്നൽ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഇറാനെ തകർക്കാൻ ലക്ഷ്യമിടുമ്പോൾ ചൈന ഇറാനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നത് ട്രംപിന് വലിയ തലവേദനയാണ്. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്നും പണപ്പെരുപ്പം കുതിച്ചുയരുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന് ചൈന വലിയ തോതിൽ സഹായം നൽകുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയുടെ താക്കോൽ തങ്ങളുടെ കൈവശമാക്കി മാറ്റാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇതിലൂടെ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ നേരിടുക എന്നതാണ് ചൈനയുടെ അന്തിമ ലക്ഷ്യം. ഇറാൻ നടത്തുന്ന ഈ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ വ്യക്തമായ കൃത്യമായ പിന്തുണയുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നത്.